ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങളുണ്ട് എന്നും നിങ്ങളുടെ കൂടെ. സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി മുസ്ലിം ലീഗ് ഒരു പടി മുന്നിൽ. പുതുമുഖങ്ങളെ അണിനിരത്തി തിരൂർ മുനിസിപ്പാലിറ്റിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക. 2025 ഡിസംബർ 11 നടക്കുന്ന തിരൂർ നഗരസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടിയുടെ 26 സ്ഥാനാർത്ഥികളുടെ പട്ടിക സയ്യിദ് അബ്ബാസ് അലി തങ്ങളുടെ അംഗീകാരത്തോടുകൂടി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരൂർ നഗരസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ വാർഡ് കമ്മിറ്റികൾ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾക്ക് ഇന്ന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അംഗീകാരം നൽകിയിരിക്കുകയാണ്. UDF സംവിധാനത്തിൽ ആകെയുള്ള 40 സീറ്റുകളിൽ 27 സീറ്റിൽ മുസ്ലിം ലീഗ് പാർട്ടിയും 13 സീറ്റിൽ കോൺഗ്രസ് പാർട്ടിയുമാണ് മത്സരിക്കുന്നത്. അതിൽ ഒരു സീറ്റിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഈ 27 ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ബാക്കിയുള്ള 26 വാർഡുകളിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 5 കൊല്ലക്കാലം ജനക്ഷേമകരമായ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് കൃത്യമായ വികസന പത്രിക ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടുമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആകെയുള്ള 26 സ്ഥാനാർത്ഥികളിൽ 23 പേരും 50 വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകളാണ്. സ്വാഭാവികമായും തിരൂരിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് ഒരു പുതിയ മുഖം, ഒരുപാട് പുതിയ മുഖങ്ങൾ കടന്നു വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. മാത്രവുമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടി പലപ്പോഴും പറയാറുണ്ട്, ഈ സംവരണ സീറ്റുകളിൽ മാത്രം മുസ്ലിം ലീഗിന് അനുവദിച്ച് കിട്ടുമ്പോൾ മാത്രം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളെ നിർത്തുന്ന ഒരു പാർട്ടി എന്നൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഞങ്ങളുടെ പട്ടികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4 ഹൈന്ദവ സഹോദരങ്ങൾ പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. നറുക്കെടുപ്പ് നടന്നപ്പോൾ, സംവരണ സീറ്റുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ പട്ടികജാതി വനിതയും പട്ടികജാതിയിൽ പുരുഷനും മുസ്ലിം ലീഗ് പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളോടൊപ്പം മറ്റു 2 വാർഡുകളിൽ കൂടി പട്ടികജാതി വിഭാഗത്തിൽ പെടാത്ത ഞങ്ങളുടെ പാർട്ടിയുടെ ഹൈന്ദവ സഹോദരങ്ങളെ ഞങ്ങൾക്ക് മത്സരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ്. മാത്രവുമല്ല അതിൽ ഒരു ജനറൽ വാർഡിൽ ആണ് ഞങ്ങൾ വാർഡ് 7 ഒരു പുരുഷ വാർഡിലാണ് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു സഹോദരിയെ ഞങ്ങളിപ്പോൾ മത്സരിപ്പിക്കുന്നത്. ആ നിലക്ക് മുസ്ലിം ലീഗ് പാർട്ടി എക്കാലത്തും ഉയർത്തിപ്പിടിച്ച മതേതര കാഴ്ചപ്പാടും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികക്കാണ് ഇന്ന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം വാർഡ് 34 കോൺഗ്രസ് പാർട്ടിക്ക് അനുവദിക്കപ്പെട്ട സീറ്റാണെങ്കിൽ പോലും മുസ്ലിം ലീഗും കോൺഗ്രസ് പാർട്ടിയും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ 34-ാം വാർഡിൽ മത്സരിക്കുന്ന വിവരം കൂടി നിങ്ങളെ അറിയിക്കുക. ഇനി ഏതായാലും സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ്. വാർഡ് 2 താഴേപ്പാലം TE അബൂബക്കർ എന്ന ബാബു. ഞാൻ അബൂബക്കർ എന്ന ബാബു തിരൂർ മുനിസിപ്പാലിറ്റി 2-ാം വാർഡിൽ നിന്ന് UDFൻ്റെ പ്രതിനിധിയായി ഞാൻ മത്സരിക്കാം. ഞാനുണ്ടാവും നിങ്ങളുടെ. വാർഡ് 3 നടുവിലങ്ങാടി KV റജുല. ഞാൻ റജുല 3-ാം വാർഡിൽ നിന്നും UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. എന്നും നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. വാർഡ് 4 പൂക്കയിൽ TC സുബൈർ മാസ്റ്റർ. ഞാൻ TC സുബൈർ മാസ്റ്റർ തിരൂർ മുനിസിപ്പാലിറ്റി 4-ാം വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും. വാർഡ് 5 പെരുവഴി അമ്പലം OP ഫായിസ സമീർ. ഞാൻ ഫായിസ സമീർ 5-ാം വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. എന്നും ഞാൻ നിങ്ങളോടൊപ്പം.
വാർഡ് 7 തുമരക്കാവ് പ്രസന്ന പയ്യാപ്പന്ത. ഞാൻ പ്രസന്ന പയ്യാപ്പന്ത 7-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുന്നു. ഞാൻ എന്നും നിങ്ങളുടെ കൂടെയുണ്ടാവും. വാർഡ് 8 പൈങ്ങോട്ടുപാടം സൈബുന്നീസ നെടിയിൽ. ഞാൻ സൈബുന്നീസ നെടിയിൽ 8-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. വാർഡ് 9 ചെമ്പ്ര നോർത്ത് KP അന്നത്ത്. ഞാൻ KP അന്നത്ത്. ഞാൻ ചെമ്പ്ര 9-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. ഞാൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എന്നും നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. വാർഡ് 10 ചെമ്പ്ര T വിജിത. എൻ്റെ പേര് വിജിത. ഞാൻ 10-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എന്നും നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. വാർഡ് 11 കാഞ്ഞിരക്കുണ്ട് ഏനുദ്ദീൻ എന്ന കുഞ്ഞിപ്പ. ഞാൻ തിരൂർ മുനിസിപ്പൽ കൗൺസിലായിട്ട് 11-ാം വാർഡിൽ നിന്നുള്ള UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. വാർഡ് 12 മൈലാടിക്കുന്ന് അൻവർ പാറയിൽ. വാർഡ് 14 കോട്ട് ഈസ്റ്റ് ഹഫ്സത്ത് പൂന്തല. എൻ്റെ പേര് ഹഫ്സത്ത്. ഞാൻ 14-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. എന്നും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. വാർഡ് 15 പരനേക്കാട് ശ്രീരാഗ് എന്ന ഉണ്ണി. എൻ്റെ പേര് ശ്രീരാഗ്. ഞാൻ 15-ാം വാർഡിൽ മത്സരിക്കുന്നു UDF സ്ഥാനാർത്ഥിയായി. എന്നും നിങ്ങളോട് കൂടെ ഞാൻ ഉണ്ടാവും. വാർഡ് 17 വാര്യത്തറ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി. ഞാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 17-ാം വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഞാൻ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കോണി അടയാളത്തിൽ എന്നെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. എന്നാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നതാണ്. വാർഡ് 18 കല്ലിങ്ങൽ IP ഷാജിറ. ഞാൻ IP ഷാജിറ തിരൂർ മുനിസിപ്പാലിറ്റി 18-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. നിങ്ങളുടെ കൂടെ എന്നും ഞാനുണ്ടാകും. വാർഡ് 19 കോട്ട് വെസ്റ്റ് NK ഷഹീദ്. 19-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു. എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വാർഡ് 20 പനമ്പാലം ഉബൈദ് കല്ലിങ്ങൽ. തിരൂർ മുനിസിപ്പാലിറ്റിയിലെ 20-ാം വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. വാർഡ് 21 ഏഴൂർ ഈസ്റ്റ് ഫാസിൽ പൊട്ടച്ചോല. ഞാൻ ഫാസിൽ പൊട്ടച്ചോല 21-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എന്നും നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. വാർഡ് 23 വടക്കമുത്തൂർ IP സീനത്ത്. ഞാൻ IP സീനത്ത് 23-ാം വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. എന്നും നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. വാർഡ് 24 മുത്തൂർ TK ഹഫ്സത്ത്. എൻ്റെ പേര് ഹഫ്സത്ത്. ഞാൻ 24-ാം വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ എല്ലാവരുടെ കൂടെ ഉണ്ടാകും. വാർഡ് 25 ഏഴൂർ വെസ്റ്റ് KK റിയാസ്. ഞാൻ KK റിയാസ് തിരൂർ മുനിസിപ്പൽ 25-ാം വാർഡ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. നിങ്ങളുടെ നിഴല് പോലെ 25-ാം വാർഡിലെ ഓരോ വിഷയത്തിലും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. വാർഡ് 26 ഏഴൂർ സൗത്ത് ഫസീല അയ്യൂബ്. ഞാൻ ഫസീല അയ്യൂബ് 26-ാം വാർഡിൻ്റെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വാർഡ് 28 തെക്കുമുറി ഈസ്റ്റ് വഹീദ ബഷീർ. ഞാൻ വഹീദ ബഷീർ 28-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വാർഡ് 31 സൗത്ത് അന്നാര ആഫിയ ടീച്ചർ. ഞാൻ ആഫിയ ടീച്ചർ 31-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. എന്നും നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. വാർഡ് 37 തുഞ്ചംപറമ്പ് കോയക്കുട്ടി പാറപ്പുറത്ത്. ഞാൻ കോയക്കുട്ടി പാറപ്പുറത്ത് തിരൂർ നഗരസഭയിലേക്ക് 37-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഏത് സമയത്തും ഉണ്ടായിരിക്കും. വാർഡ് 38 തുഞ്ചംപറമ്പ് ഈസ്റ്റ് ഷിജി പള്ളിയേരി. ഞാൻ ഷിജി പള്ളിയേരി 38-ാം വാർഡിൽ നിന്നും UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വാർഡ് 40 നോർത്ത് അന്നാര V അലി അഷ്കർ. ഞാൻ അലി അസ്കർ 40-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നുണ്ട്. എന്നും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. ഞാൻ തിരൂർ നഗരസഭയിലെ 34-ാം വാർഡ് വിഷുപ്പാടത്ത് നിന്ന് UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്.
എല്ലാ ജനങ്ങളുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണം. തീർച്ചയായും ഈ സീറ്റുകളിലൊക്കെ തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെയൊക്കെ തന്നെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുക. 26 സ്ഥാനാർത്ഥികളിൽ 23 പേരും 50 വയസ്സിൽ താഴെയുള്ളവരാണ്. 2 ജനറൽ വാർഡുകളിൽ അടക്കം 26 സീറ്റിൽ 14 വനിതകളാണ് മത്സര രംഗത്തുള്ളത്. വാർത്താ സമ്മേളനത്തിൽ കൊക്കോടി മൊയ്തീൻ കുട്ടി ഹാജി, കീഴേടത്തിൽ ഇബ്രാഹിം ഹാജി, PV സമദ്, AK സൈദാലിക്കുട്ടി, VP സൈദലവി ഹാജി, അസീസ് മാവുങ്ങുന്ന് എന്നിവർ പങ്കെടുത്തു. മീഡിയ ന്യൂസ്, തിരൂർ.